ഹായ്, ഐ ആം സയ്യിദ്. ഞാനിവിടെ മലേഷ്യയിൽ ഇനീഷ്യലി 2011 ഞാനിവിടെ പഠിക്കാൻ വന്നായിരുന്നു MBA. സി 1.5 ഇയർ കോഴ്സ് കഴിഞ്ഞു. പിന്നെ ഞാൻ മലേഷ്യയിൽ തന്നെ ഇവിടെ ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്തു. സോ മലേഷ്യ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഇനീഷ്യലി തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര അട്രാക്റ്റീവായി തോന്നി. ഇവർ 10-50 വർഷം നമ്മളെക്കാൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ ഭയങ്കര മുന്നിലായി തോന്നി. സോ ഇവിടെ എങ്ങനെയെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് ഞാൻ കരുതി. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വൺസ് MBA ഫിനിഷ് ചെയ്തപ്പോൾ ഞാൻ ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഓൾമോസ്റ്റ് 2-3 ഇയേഴ്സ് വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ MBA ചെയ്തുകൊണ്ട് നമുക്കൊരു എൻ്റർപ്രണർ ആവണം, ഒരു മൾട്ടിനാഷണൽ കമ്പനി റൺ ചെയ്യണം എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം പതുക്കെ നമ്മളെ 2016 ബിസിനസ്സിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാനൊരു 3 ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നു. മെയിനായിട്ട് IT ട്രേഡിംഗ്, IT ഹാർഡ്വെയർ ട്രേഡിംഗ് ആൻഡ് ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി ആൻഡ് എഡ്യൂക്കേഷൻ, സ്റ്റഡി അബ്രോഡ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മൾ എന്തുകൊണ്ട് IT ബിസിനസ്സിലേക്ക് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ, വൺസ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ മലേഷ്യൻസിൽ കൂടുതൽ അവർ ടെക്നോളജിനെ അഡാപ്റ്റ് ചെയ്യുന്നത്, അവർ കൂടുതൽ ഇൻതൂസിയാസ്റ്റിക് ആണ്. അതായത് മാർക്കറ്റിൽ എന്ത് പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിരുന്നു, ഈവൻ ദോ അവരെ ഗാഡ്ജറ്റ് കുറച്ച് മുന്നത്താണെങ്കിലും എന്താണോ മാർക്കറ്റിൽ പുതിയത് വരുന്നത്, എന്താണ് ടെക്നോളജി പുതിയത് വരുന്നത്, അതിലേക്ക് അവർ വേഗം സ്വിച്ച് ചെയ്യുന്നൊരു ടെൻഡൻസി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തത്. IT ട്രേഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ പിന്നെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ആണ്. ഇപ്പോൾ ചൈന, അതേപോലെ ഹോങ്കോങ്, തായ്വാൻ എന്നീ കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ട്രേഡിങ്, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇവിടുത്തെ ഷോപ്പുകളിലേക്ക്, അതുപോലെ ഹോൾസെയിൽ ഡീലേഴ്സിന്, അതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക്, അവിടത്തേക്കൊക്കെ ഹോൾസെയിലായിട്ട് നമ്മളെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൊഡക്ട്സ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ITയിലുള്ള ഒരുവിധം ടെക്നോളജിയിലുള്ള എല്ലാ ഗാഡ്ജറ്റ്സുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മൊബൈൽ, കമ്പ്യൂട്ടർ, അതിൻ്റെ സ്പെയർ പാർട്സ്, ആക്സസറീസ്, അതുപോലെ ഇലക്ട്രോണിക്സിൽ വരുന്ന ഡിഫറെൻറ്റ് ഒരുപാട് പ്രൊഡക്ട്സുകൾ, അങ്ങനെ വൈഡ് വെറൈറ്റി ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് IT ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഒരു വൈഡ് വെറൈറ്റി ഏരിയ ആണ്. അതിൽ ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് മൊബൈൽ ആക്സസറീസ് ഡിവിഷൻസ് ആണ്. അതിലെന്തെല്ലാം വരുന്നത് വെച്ചാൽ ചാർജേഴ്സ്, USB ഡാറ്റ കേബിൾ, ബ്ലൂടൂത്ത് ഇയർഫോൺസ്, അതേപോലെ മൾട്ടിമീഡിയ സ്പീക്കേഴ്സ്, അതേപോലെ കേസിങ്, സ്മാർട്ട് വാച്ചസ്, അതുപോലെ സെൽഫി സ്റ്റിക്ക്, അങ്ങനെ ഹോൾഡേഴ്സ്, അങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റി പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. മീൻസ് എവറിത്തിങ് ഇൻ ദ മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ആക്സസറീസ് ആൻഡ് സ്പെയർ പാർട്സ് വി ആർ ഡൂയിങ്. പിന്നെ മോർ ദാൻ നമ്മൾ ഇലക്ട്രോണിക്സ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ വന്നിട്ട് നമ്മുടെ ബ്യൂട്ടി എക്യുപ്മെൻറ്റ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയർ ഡ്രയർ, ട്രിമ്മേഴ്സ്, അതുപോലെ ഹെയർ സ്ട്രൈറ്റ്നേഴ്സ്, അങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റി പ്രോഡക്ട്സ്. അതുപോലെ ഇപ്പോൾ ഇലക്ട്രോണിക്സിൽ വരുമ്പോൾ നമ്മൾ ടോർച്ച്, എമർജൻസി കൈൻഡ് ഓഫ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റുകളിലും കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാ ബ്രാൻഡും, സ്മാർട്ട് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, iOS-ലായിക്കോട്ടെ, എല്ലാ ബ്രാൻഡ് ഫോണുകളും നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ലാപ്ടോപ്പ് എല്ലാം നമ്മൾ ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നിയറസ്റ്റ് കൺട്രി ആയ ബ്രൂണെ, അതേപോലെ സിംഗപ്പൂർ, വിയറ്റ്നാം, തായ്ലൻഡ് എന്നീ കൺട്രിയിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. കൂടെ തന്നെ നമ്മൾ ഇന്ത്യയിലേക്കും നമ്മുടെ കേരളത്തിലേക്കും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കും നമ്മൾ എല്ലാം എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷൻ ആക്ച്വലി ഒരു ബിസിനസ് ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്, അതിനോടുള്ള പാഷൻ കൊണ്ടാണ്. കാരണം വൺസ് നമ്മളിപ്പോൾ അവിടെ നാട്ടിൽ ഡിഗ്രി, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു പാത്ത് വേ പ്രോഗ്രാം വഴിയിട്ടാണ് നമ്മൾ ടോപ്പ് അപ്പിനാണ് ഇവിടെ MBAക്ക് വരുന്നത്. സോ വൺസ് നമ്മൾ വന്നപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറും ആ ഒരു നമ്മൾ ട്രഡീഷണലി വന്ന ആ സിലബസിലും ഇവിടെ ഒരു കുറച്ചുകൂടെ പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെമിനാർസും ക്ലാസ് പ്രൊജക്ട്സ്, ആ രീതിയിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. സോ അത് തന്നെയാണ് നമ്മളിലുള്ള എൻ്റർപ്രണർ ആയാലും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കംപ്ലീറ്റ് മോൾഡാക്കി എടുത്തത്. എൻ്റെ ബാച്ചിൽ ഞാനൊരു മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ഘട്ടത്തിൽ തിരിച്ചു പോയാലോ എന്ന് വരെ കരുതി. കാരണം നമ്മൾ നാട്ടിൽ നമുക്ക് അത്യാവശ്യം ലാംഗ്വേജോ കാര്യങ്ങളോ ഇല്ല. നമ്മളവിടെ കുറച്ചുകൂടി തിയറി ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു 10-27 രാജ്യത്തെ സ്റ്റുഡൻസ് ഉണ്ട്. ഞാനൊരു മലയാളി മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു പോയാലെന്ന്. പിന്നീട് അതൊരു വാശിയായി. അപ്പോൾ ഒരു 1 month 2 month കൊണ്ട് നമുക്ക് ആ ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടി. ലാംഗ്വേജ് എല്ലാം പെട്ടെന്ന് ക്ലിയർ ആയി. പിന്നീട് നമ്മൾ പ്രൊജക്റ്റുകൾ എടുക്കാൻ തുടങ്ങി, സെമിനാർസ് എടുക്കാൻ. അത് ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് തന്നെ ആയിരുന്നു നമ്മളെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ വൺസ് നമ്മൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞാൽ ചിന്തിച്ചു, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസിന് ഈ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ, ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു രീതിയിലുള്ള പഠനം എന്തുകൊണ്ടും അവർക്ക് ബെനിഫിറ്റ് ആവും എന്ന് കരുതിയിട്ടാണ് ഞാനൊരു എഡ്യൂക്കേഷൻ, ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനൊരു എഡ്യൂക്കേഷനിലേക്ക് കടന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വെസ്ബർഗ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് കോഴ്സ് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റുഡൻസിന് നമ്മൾ ഈ പാത്ത് വേ അല്ലെങ്കിൽ ടോപ്പ് അപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അവിടെ 6 months ഓർ 1 year, ബാലൻസ് 1 year ഓർ 1.5 year ഡിപ്പെൻസ് അപ്പോൺ ദ കോഴ്സ് ആണ്. അപ്പോൾ 6 months അവിടെ കഴിഞ്ഞാൽ ബാക്കി 1 year ഇവിടെ പഠിക്കാൻ പറ്റുന്ന ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്. അതുപോലെ MBA 6 months അവിടെ ചെയ്തിട്ട് 1 year ഇവിടെ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് പ്രോഗ്രാം ഉണ്ട്. അതേപോലെ PhD ഒരുപാട് കോഴ്സുകൾ നമ്മൾ വൈഡ് വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ പിന്നെ മെയിനായിട്ട് നമ്മൾ നേരിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ടൈപ്പ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഡയറക്റ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. വെസ്റ്റ്ബർഗ് ഇന്റർനാഷണൽ മലേഷ്യ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ കോളേജിൽ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പോരാത്തതിന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി അബ്രോഡും കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോട്ടൽ മാനേജ്മെന്റിൽ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ PhD കാര്യങ്ങൾ ഞാനിപ്പോൾ കറന്റ് PhD ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3rd സെമസ്റ്ററിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പാഷനാണ് എഡ്യൂക്കേഷൻ കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്റ്റുഡൻസിനും കൂടെ ആ ഒരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ മോട്ടീവ്. എന്തുകൊണ്ട് ടൂറിസം മലേഷ്യ? ആസ് എ യങ് ബോയ് 2011 ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ആ ഒരു കണ്ണിലൂടെ കാണുമ്പോൾ മലേഷ്യ അത്രയും ഡെവലപ്ഡ് ആണ്. നമ്മൾ വരുന്നതിൻ്റെ 20-30 വർഷം മുമ്പ് അവരൊരു 50 or 100 years കണ്ടിട്ടുള്ള ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ 10-14 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് എൻ്റെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ഈ മലേഷ്യ എക്കണോമിക്കലായിട്ട് അഫോർഡബിൾ ആയിട്ട് കാണണം, അത് കാട്ടിക്കൊടുക്കണം എന്നുള്ളൊരു മോട്ടീവിലാണ് കോമ്പീറ്റ് മലേഷ്യൻ ഹോളിഡേയ്സ് എന്നുള്ളൊരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നാട്ടിലുള്ള ട്രാവൽസുകളുണ്ട് B2B. അപ്പോൾ അവർക്ക് പിന്നെ അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് കൊടുത്താൽ ഗസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഇവിടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യും. വൺസ് അവർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത് മുതൽ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, അക്കമഡേഷൻ, സൈറ്റ് സീയിങ്, ടിക്കറ്റിംഗ്, ഫുഡ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ് ആൻഡ് എൻജോയ് മലേഷ്യ. പിന്നെ നമ്മളെ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഗൈഡ് അവർ മലയാളീസാണ്. പിന്നെ അവർ ഫുൾ ടൈം ഒരു ഹോംലി ഫീലിംഗ് അവർക്ക് കൊടുക്കും. ഫുൾ ടൈം അവരെ കൂടെ ഉണ്ടാവും. നമ്മളത് ഒരു റിജിഡ് പ്ലാനോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റഡ് പാക്കേജോ കാര്യങ്ങളല്ല, കസ്റ്റമൈസ് ആണ്. കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ അവർക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ സമയം ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് വേറെ കുറേ സാധാരണ ചെയ്യാത്ത കുറേ സംഭവങ്ങൾ ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോൾ എന്തിനും നമ്മൾ റെഡി. നമ്മൾ ആ ഒരു 4 days or 7 days or 10 days, how many days they are staying, so we are fully committed to them. Okay, സോ അവർ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് കൂടെ നിന്ന് കൊടുക്കും. അതുപോലെ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ഏത് മിഡിൽ ക്ലാസ്സും ഈവൻ അപ്പർ ക്ലാസ് ആണെന്നില്ല, സാധാരണക്കാർക്ക് വരെ മലേഷ്യ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാക്കേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് മലേഷ്യ മൊത്തം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ കോമ്പീറ്റ് മലേഷ്യൻ ഹോളിഡേയ്സ് എന്നുള്ള ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. മലേഷ്യ വരുന്ന എല്ലാ ഗസ്റ്റും ഹാപ്പിയാണ്. മെയിൻ റീസൺ ബിക്കോസ് ഓഫ് ബുക്കി ബിന്താങ്. ഇത് മലേഷ്യന്റെ ഒരു 24 hour ഹാപ്പനിങ് സിറ്റിയാണ്. മലേഷ്യയുടെ കൊലാലംപൂരിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു സിറ്റി. വേൾഡിലെ എല്ലാ ടൂറിസ്റ്റും ഒരേ സമയത്ത് മലേഷ്യയുടെ ഒരു ഗ്ലോബൽ സിറ്റി എന്ന് പറയും. കാരണം ഇവിടെ പിന്നെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതായത് ഡൈനിങ്ങിന് ഒരുപാട്, ഷോപ്പിങ്ങിന് ഒരുപാട്, എല്ലാ ബ്രാൻഡുകൾ, അതുപോലെ എല്ലാ ആർട്സ്, കൾച്ചർ, പിന്നെ അതുപോലെ ഒരു ഹാപ്പി പ്ലേസസ് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ ഡൈനിങ്ങിന്റെ കേസിലാണെങ്കിൽ തായ്, ചൈനീസ്, വിയറ്റ്നാം, ഏഷ്യൻ, അതേപോലെ വെസ്റ്റേൺ, അതുപോലെ എല്ലാ ഓപ്ഷൻസും ഉള്ള ഇതുപോലെ 24 hour ഇവിടെ മ്യൂസിക്, ഫെസ്റ്റിവൽ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒരേ സമയത്ത് വേൾഡിന്റെ വിവിധ രാജ്യത്തുള്ള ആളുകളെ നമുക്ക് ഒരേ സമയത്ത് കാണാം. നമ്മൾ ഗസ്റ്റിന് നമ്മൾ ഫസ്റ്റ് റൂമിൽ അവർ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന സിറ്റിയാണ് ഇവിടെ. ഈ ഒരു ബുക്കി ബിന്താങ്ങിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഗസ്റ്റിനെ കൊണ്ടുവരാം. ഈ ബുക്കി ബിന്താങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റേഡിയസ് ഏരിയയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ജലാൻ അലോറ എന്ന് പറയുന്ന ഈ ഫുഡ് സ്ട്രീറ്റ്. ഈ ഫുഡ് സ്ട്രീറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഏഷ്യയിലെ, അതുപോലെ യൂറോപ്പിലെ, ഇന്ത്യൻ എല്ലാ ഫുഡും നമുക്ക് ഇവിടെ കിട്ടും. അതായത് സ്ട്രീറ്റ് ഫുഡ് ടൂറിസം ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് വരുമ്പോൾ അവർ ബുക്കി ബിന്താങ് കണ്ടിട്ട് അന്ന് ഫസ്റ്റ് ഡേ ഐറ്റിനറിയിൽ പെട്ട ഒരു സ്ഥലമാണ് ഈ ജലാൻ അലോറ എന്ന ഈ ഫുഡ് സ്ട്രീറ്റ് ബുക്കി ബിന്താങ്ങിന്റെ പാർട്ടായിട്ടുള്ളത്. ഇവിടെ നമുക്ക് പിന്നെ ഇത് ദുരിയാൻ എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ആണിത്. ഇത് കിങ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ മലേഷ്യ. മലേഷ്യക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് ഇത്. മലേഷ്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. പിന്നെ ഇവർ കിങ് ഓഫ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്, ദുരിയാൻ. അതുപോലെ ഇപ്പോൾ ഇവിടെ തായ് ഉണ്ട്, വിയറ്റ്നാം, അതേപോലെ മ്യാൻമർ അല്ലെങ്കിൽ ബ്രൂണെ, ഏത് ഈ ഫുഡും നമുക്ക്
ഇവിടെ കിട്ടും. വൈഡ് വെറൈറ്റി ഓഫ് ഇവരെ പിന്നെ ഒരുപാട് ഇവരെ കമ്പോങ് ഏരിയ എന്ന് പറയും. ഇവരെ നാടൻ ഫുഡുകൾ കാര്യങ്ങൾ എല്ലാം കിട്ടുന്നു. ഈ എല്ലാ തരം ആളുകൾക്കും പറ്റുന്ന ഫുഡ് കാര്യങ്ങൾ എല്ലാം ട്രൈ ചെയ്യുന്ന ഒരു വൈഡ് വെറൈറ്റി റെസിപ്പീസ്, ഡിഫറെൻറ്റ് ഫുഡ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഈ ജലാനലോർ എന്ന ഈ ഫുഡ് സ്ട്രീറ്റ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഒരുപാട് വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. LRT, MRT, അതേപോലെ KTM കമ്പ്യൂട്ടേഴ്സ്. എനിക്ക് മുകളിലൂടെ പോകുന്നത് KL മോണോറയിലാണ്. കുലാലംപൂരിലെ സിറ്റി റേഡിയസിലുള്ള ഒരുവിധം സ്റ്റേഷനിലൊക്കെ ഇത് നിർത്തും. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റിന് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് സിറ്റിയെ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഫ്രീ ബസ്സസ്, ട്രെയിൻ ഓപ്ഷൻ, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ കേസിൽ. സോ മലേഷ്യ ഫുള്ള് പൊളിയാണ്. കം ടു മലേഷ്യ.